നോബൽ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങുന്നത് 1901 മുതലാണ്. ആൽഫ്രഡ് നോബലിന്റെ ചരമദിനമായ ഡിസംബർ 10-നാണ് എല്ലാ വർഷവും നോബൽ പുരസ്കാരങ്ങൾ നൽകുന്നത്. നോബൽ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങുമ്പോൾ 5 വിഷയങ്ങൾക്കായിരുന്നു നോബൽ പുരസ്കാരങ്ങൾ നൽകിയിരുന്നത്. 1969 മുതലാണ് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം നൽകി തുടങ്ങിയത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവിനെ പ്രഖ്യാപിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ജേതാവിനെ തീരുമാനിക്കുന്നത് ആരാണ്? നോർവീജിയൻ പാർലമെന്റ് ആണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവിനെ തീരുമാനിക്കുന്നത്. കാരണം എന്താ? ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഒരു സുതാര്യത, ആളെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരു സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നോർവീജിയൻ പാർലമെന്റിനെ ഈ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 2024 നോബൽ പുരസ്കാരങ്ങൾ നമുക്ക് നോക്കിയാലോ. ഫിസിക്സിന് ആർക്കാണ് കിട്ടിയത്? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമുക്ക് ഈ സർനെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം മാത്രം പഠിക്കാം. കാരണം ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് PSC SSC ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. സോ ഹോപ്പ് ഫീൽഡിനാണ് ഫിസിക്സിൽ, ഹോപ്പ് ഫീൽഡിനും ഹിൻറ്റണുമാണ് ഫിസിക്സിലെ നോബൽ സമ്മാനം 2024 കിട്ടിയത്. ഇനി കെമിസ്ട്രിക്ക് കിട്ടിയത് 3 ആൾക്കാർക്കാണ്. ഓക്കെ, ഒരു ഫാക്റ്റ് പറഞ്ഞു തരാം. ഒരു വർഷം ഒരു വിഷയത്തിൽ പരമാവധി എത്ര പേർക്ക് നോബൽ സമ്മാനം കൊടുക്കാൻ പറ്റുമെന്നറിയോ? 3 പേർക്കാണ്. സോ കെമിസ്ട്രിയിൽ ആർക്കൊക്കെ കിട്ടിയത് 2024? ബേക്കർ, ഹസാബിസ്, ജംപർ, ഇവർ 3 പേർക്കുമാണ്. അതുപോലെ മരണാനന്തരം നോബൽ സമ്മാനങ്ങൾ കൊടുക്കാറില്ല. ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നോബൽ കൊടുക്കാറില്ല. പക്ഷെ പുരസ്കാരം പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹം മരണപ്പെട്ടാലും ആ പുരസ്കാരം അദ്ദേഹത്തിന് നൽകും. ഓക്കെ, ഇനി മെഡിസിൻ. 2024 മെഡിസിനുള്ള നോബൽ സമ്മാനക്കാരാണ് വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കുൻ. അപ്പൊ ആംബ്രോസിനും റൂക്കുനുമാണ് ഈ മെഡിസിനുള്ള നോബൽ സമ്മാനം. ഇനി ലിറ്ററേച്ചർ അഥവാ സാഹിത്യത്തിന് ആർക്കാണ്? ഹാൻ കാങ്ങിനാണ്. ഹാൻ കാങ്ങിന് 2016 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. ദ വെജിറ്റേറിയൻ എന്ന നോവലിനാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ഹാൻ കാങ് ഈ സൗത്ത് കൊറിയക്കാരിയാണ്. സൗത്ത് കൊറിയയിലെ സോൾ എന്ന സ്ഥലം, സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ, അവിടെ ഒരുപാട് വർഷം അവരൊരു യൂണിവേഴ്സിറ്റിയിൽ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ അധ്യാപികയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് ഹാൻ കാങ്. ഇനി പീസ്, സമാധാനം, ആർക്കാണ് 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം? നിഹോൺ ഹിഡാൻക്യോ. ഇതൊരു ജാപ്പനീസ് സംഘടനയാണ്. ഹിബാകുഷകൾ. ആരാണ് ഹിബാകുഷകൾ? ഈ ന്യൂക്ലിയർ ബോംബ് സർവൈവേഴ്സ്, ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ന്യൂക്ലിയർ ബോംബ് സർവൈവേഴ്സ്, അവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ. ഈ സർവൈവേഴ്സിനെ ജാപ്പനീസിൽ ഹിബാകുഷകൾ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ അവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ. എന്താണ് അവർ ചെയ്യുന്നത്? അന്താരാഷ്ട്ര തലത്തിൽ ഇനിയൊരു അണുബോംബ് ആക്രമണം ഉണ്ടാവാതിരിക്കാൻ അന്ന് അവർ നേരിട്ട പ്രശ്നങ്ങളെപ്പറ്റി അവർ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും ഒരു അണുവായുധം പ്രയോഗിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ റഷ്യ യുക്രൈനിലേക്ക് അണുബോംബ് ആക്രമണം നടത്തും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇസ്രായേൽ പലസ്തീനിലേക്ക് നടത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂക്ലിയർ ബോംബ് ഫ്രീ വേൾഡ് ഉണ്ടാക്കാനാണ് നിഹോൺ ഹിഡാൻക്യോ ശ്രമിക്കുന്നത്. അവരുടെ ആ ഒരു എഫേർട്ടിനാണ് അവർക്ക് പീസിനുള്ള നോബൽ സമ്മാനം 2024 ലഭിച്ചിട്ടുള്ളത്. ഇനി എക്കണോമിക്സിനും ഇതുപോലെ 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ ആൻഡ് ജെയിംസ് എ റോബിൻസൺ. ഇവർ 3 പേർക്കുമാണ് 2024 എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്.